അസ്സാം വലൈക്കും. ഇന്ന് എനിക്ക് ഷെയർ ചെയ്യാനുള്ളത് ഒരു ഗോപി മഞ്ചൂരിയൻ്റെ റെസിപ്പിയാണ്. നമ്മുടെ കയ്യിൽ ക്യാപ്സിക്കം ഈ ഇംഗ്ലീഷ് സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു സാധനമാണ്. പെട്ടെന്ന് ചെയ്തെടുക്കാം, പക്ഷേ സാധനങ്ങൾ വേണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. സോസുകൾ, ഈ സ്പ്രിംഗ് ഒണിയൻ, ക്യാപ്സിക്കം, ഈ സംഗതികളൊക്കെ വേണം. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഇൻഗ്രീഡിയൻസ് കൊടുത്തേക്കാം, അളവുൾപ്പെടെ. ഇപ്പോൾ ഞാൻ പെട്ടെന്ന് ക്വിക്കായിട്ട് പറഞ്ഞു പോവാണ്. ടൊമാറ്റോ കെച്ചപ്പ്, സോയ സോസ്, റെഡ് ചില്ലി സോസ് എല്ലാം കൂടി ഒരു വെള്ളത്തിൽ കലക്കിയതിന് ശേഷം ഒരു സൈഡിലോട്ട് മാറ്റി വയ്ക്കുക. ഗ്രീൻ ചില്ലി സോസാണുള്ളെങ്കിൽ അതും കുഴപ്പമൊന്നുമില്ല. പിന്നീട് നമുക്ക് കോൺഫ്ലവറും കുറച്ച് വെള്ളവും ചേർത്ത് ആഡ് ചെയ്തിട്ട് കലക്കിയതിന് ശേഷം ഒരു പാത്രത്തിലോട്ടാക്കി അത് മാറ്റി വയ്ക്കുക. ക്യാപ്സിക്കം, സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് പാർട്ട്, ഗ്രീൻ പാർട്ട്, ഗ്രീൻ ചില്ലി, പിന്നെ വെളുത്തുള്ളി, പിന്നെ ഇഞ്ചി, ഇതെല്ലാം കട്ട് ചെയ്ത് ആക്ച്വലി ചോപ്പ് ചെയ്താണ് വെക്കേണ്ടത്. ഗ്രീൻ ചില്ലി അല്ല, ഇത് നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും എനിക്കിനി കട്ട് ചെയ്യാൻ കുഞ്ഞായിട്ട് കട്ട് ചെയ്യാനൊന്നും വയ്യ, അതുകൊണ്ട് ചതച്ചതില്ലേ ക്യൂബായിട്ട് വെച്ചിരിക്കുന്നതിനെ ഞാൻ എടുത്ത് വെച്ചു. അപ്പോൾ ഇനി കോളിഫ്ലവർ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് നല്ല രീതിയിൽ ഒരു മണിക്കൂറോളം നമ്മൾ വെച്ചിരിക്കുക. എന്നതിന് ശേഷം തിളപ്പിച്ചതിന് ശേഷം വേണം എടുക്കും, കാരണം അതിൽ ഒരുപാട് പുഴുവൊക്കെ ഉണ്ടാവും, കീടാണുകളൊക്കെ ഉണ്ടാവും. ഓക്കെ, അതൊക്കെ മാറും. പിന്നെ അത് പുഴുങ്ങിയതിന് ശേഷം ഞാൻ കോൺഫ്ലവർ, മൈദ, ഓൾ പർപ്പസ് ഫ്ലോറില്ലേ അതും, പിന്നെ കുറച്ച് കുരുമുളക്, ഉപ്പ്, ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമ്മുടെ കോൺഫ്ലവറിനെ പൊതിഞ്ഞ് എടുത്ത് വെക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇച്ചിരി വെള്ളം തളിച്ച് കൊടുക്കണേ, എന്നാൽ ഈ ഈ കോളിഫ്ലവർ ഈ നമ്മുടെ ഈ മിക്സിൽ നല്ല രീതിയിൽ പൊതിഞ്ഞിരിക്കുള്ളൂ. എന്നിട്ട് സൺഫ്ലവർ ഓയിലിൽ നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാം. ഇത് വച്ചിരിക്കുകയൊന്നും വേണ്ട, പെട്ടെന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്ത് കിട്ടുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ചായയുടെ കൂടെ നമുക്ക് കടിയായിട്ട് നമുക്ക് കഴിക്കാം. ആക്ച്വലി ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചായ ഒരു സൈഡിലാക്കിയായിരുന്നു. ഞാൻ കുറച്ച് ഇതൊന്ന് ഞാനെടുത്ത് കഴിച്ച് നോക്കിയപ്പോഴത്തേന് നല്ല ടേസ്റ്റ് ഉണ്ട്. ജസ്റ്റ് ചായക്ക് ടീ സ്നാക്കായിട്ട് നമുക്കിത് എടുക്കാം. ഓക്കെ, അതിന് ഗോപി മഞ്ചൂരിയനിലോട്ട് തിരിച്ചു വരാം. നമുക്ക് സൺഫ്ലവർ ഓയിലിൽ കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് പാർട്ട് എല്ലാം കൂടി നല്ല ഹൈ ഫ്ലെയിമിലിട്ട് നമുക്ക് ക്യുക്കായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുക. ക്യാപ്സിക്കം നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു സെക്കൻഡ് സ്റ്റിർ ചെയ്താൽ മതി. അതിനുശേഷം നമ്മൾ ആക്കി വെച്ചിരിക്കുന്ന സോസില്ലേ അതും നമ്മൾ ഒഴിച്ചു കൊടുക്കണം. ഹൈ ഫ്ലെയിമാണ്, മറക്കണ്ട. പിന്നെ കോൺഫ്ലവർ കലക്കി വെച്ചിരിക്കുന്നത് അതും നമ്മളിതിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് കോൺഫ്ലവർ ആഡ് ചെയ്യുമ്പോൾ തന്നെ നല്ല രീതിയിൽ തിക്കാവും ഈ ഗ്രേവി. വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് തന്നെ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ്, കുരുമുളക് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. ഉപ്പ് നോക്കിയതിന് ശേഷം മാത്രം. എന്നിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ കോളിഫ്ലവേഴ്സില്ലേ അതെടുത്ത് നമ്മുടെ പാനിലോട്ട് ഇട്ട് കൊടുക്കുക. നല്ല രീതിയിൽ മിക്സ് ചെയ്ത് വേണമെങ്കിൽ വെള്ളം ഒഴിച്ചോ. ഗ്രേവി ഞാൻ ഇച്ചിരി ഡ്രൈ ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് നമുക്ക് സ്പ്രിംഗ് ഓണിയൻ്റെ ഗ്രീൻ പാർട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. സെറ്റായി, കറി കിട്ടി. പിന്നെ അലങ്കാരത്തിന് വേണ്ടി കുറച്ച് ഗ്രീൻ പാർട്ട് സ്പ്രിംഗ് ഓണിയൻ്റെ ഇങ്ങനെ വെതറി കൊടുക്കുക. അപ്പോൾ ഇത്രയും ഉള്ളൂ നല്ല ഇത്രയും ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ട് ചൈനീസ് കുക്കിംഗ് ഞാൻ പറഞ്ഞില്ലേ, ഇംഗ്ലീഷ് സാധനങ്ങളൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ഒരുപാട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ പെട്ടെന്ന് ഹൈ ഫ്ലെയിമിൽ നമ്മൾ ചെയ്തെടുക്കുന്ന സാധനങ്ങളാണ് ഇതൊക്കെ. നോൺ വെജ് വേണം എന്നുള്ള ഒരാളുള്ളതുകൊണ്ടാണ് സൈഡിൽ നിൽക്കുക മുട്ട കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇതായിരുന്നു ഇന്നലത്തെ നമ്മൾ നോമ്പ് മുറിക്കാനായിട്ട് ഉണ്ടാക്കിയ സാധനം. ഞാനങ്ങനെ സ്നാക്സ് അധികം ഉണ്ടാക്കുന്ന ആളല്ല, സമയമില്ല. ഓക്കെ, അപ്പം ഭക്ഷണം കഴിച്ചതിൻ്റെ റെസ്റ്റിൽ പിള്ളേരെല്ലാവരും കൂടി ദഹിപ്പിച്ച് കൊടുക്കുവാണ്. ആ സീനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. ഇന്നത്തെ റെസിപ്പി ഇതാണ്. നമ്മളെപ്പോഴും നാടൻ വിഭവങ്ങൾ മാത്രം കഴിച്ചാൽ പോരല്ലോ, ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്യണമല്ലോ. ട്രൈ ചെയ്ത് നോക്കി, ഇഷ്ടപ്പെടും. അങ്ങനെ മോശം റെസിപ്പിയൊന്നുമല്ല. പയ്യനെ ഹൈസാനെ ആ ബഹളത്തിൽ നിന്ന് എടുത്തുകൊണ്ട് മാറ്റി പയ്യെ അവളെ ഞാനങ്ങ് കിടത്തി. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അസ്സലാമു അലൈക്കും.